ബിഗ് ബോസ് സീസൺ 6-ൽ കോമണർ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് റസ്മിൻ. ഷോ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ റസ്മിന് കഴിഞ്ഞു. ഹൗസിലെ പ്രധാന വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറക്കെ സംസാരിച്ച് റസ്മിൻ പ്രേക്ഷകരുടെ കയ്യടി നേടി. പിന്നീടങ്ങോട്ട് റസ്മിന് തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടത് റസ്മിന്റെ സൗഹൃദങ്ങളായിരുന്നു. ജാസ്മിനും ഗബ്രിയുമായിരുന്നു ഹൗസിലെ റസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹൗസിനകത്തും പുറത്തും ഉണ്ടായിരുന്ന പ്രീതിക്കുറവ് റസ്മിനെയും ബാധിച്ചിരുന്നു. ഇരുവർക്കും ഇടയിലെ പ്രശ്നം പരിഹരിച്ച് ഇവർക്കൊപ്പം നിന്ന റസ്മിനെ പ്രേക്ഷകർക്കും താല്പര്യമില്ലാതായി. എന്തായാലും ഷോ കഴിഞ്ഞും ഇരുവരുമായി അടുത്ത ബന്ധമാണ് റസ്മിൻ കാത്തു സൂക്ഷിച്ചിരുന്നത്. ബിഗ് ബോസിന് ശേഷം ജാസ്മിനൊപ്പം പല വേദികളിലും റസ്മിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങളോളം താൻ ജാസ്മിന്റെ വീട്ടിലായിരുന്നുവെന്ന് റസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഷോ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളും റസ്മിൻ പങ്കിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിച്ചുള്ള വീഡിയോകൾ ഇരുവരും പങ്കുവയ്ക്കാറില്ല. ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന അഭ്യൂഹവും ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഇതിനൊക്കെ മറുപടി നൽകിയിരിക്കുകയാണ് റസ്മിൻ. ബിഗ് ബോസിന് ശേഷം ആരുമായും ദേഷ്യമില്ലെന്നും തങ്ങളുടെ ഗെയിമെല്ലാം അവിടെ ഉപേക്ഷിച്ചാണ് പുറത്തു വന്നതെന്നും റസ്മിൻ പറയുന്നു. ജാസ്മിനുമായുള്ള അടുപ്പം കുറഞ്ഞോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കിടാത്തതിനാലാവണം അത്തരം ചർച്ച എന്ന് റസ്മിൻ പറയുന്നു. ജാസ്മിൻ കൊച്ചിയിലെത്തും. അവൾ ഇനി കൊച്ചിയിൽ കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അവൾക്ക് കൊച്ചിയിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ കാണും. 14-ന് ജാസ്മിൻ ഫാൻസ് മീറ്റപ്പാണ്. അതിന് ഞങ്ങൾ എല്ലാവരും കൂടും. ഇനിയും മീറ്റപ്പുകൾ ഉണ്ടാകും. അത് സർപ്രൈസ് ആണ്. പല കാര്യങ്ങളും ഇനി സംഭവിക്കാനുണ്ട് എന്നാണ് റസ്മിൻ പറയുന്നത്.